ഹേമ കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. സിനിമാ മേഖലയെക്കുറിച്ച്, പ്രധാനമായും മലയാള സിനിമാ മേഖലയെക്കുറിച്ച്. അതിൽ വന്ന ഈ ഹേമ റിപ്പോർട്ട്, പിന്നീട് വന്ന ചില ആരോപണങ്ങൾ, അമ്മ എന്ന സംഘടന പിരിച്ചുവിട്ടത്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ഈ സമയങ്ങളിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യം, ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിൽ മാത്രമാണോ, മറ്റു മേഖലകളിലൊന്നും ഇല്ല എന്ന്. പക്ഷെ അല്ല, സിനിമാ മേഖലയിൽ എന്നല്ല, ഇത് പല മേഖലകളിൽ ഉണ്ട്. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ നടക്കുന്നു എന്നുള്ള പല തെളിവുകൾ ഇതിനു ശേഷം പുറത്തു വരാൻ തുടങ്ങി. എന്നാൽ സിനിമാ മേഖലയായാലും മറ്റേത് മേഖല എടുത്താലും അവിടെ സ്ത്രീകൾക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പുരുഷന്മാർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. ഇവിടെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നൽകിയിട്ടുള്ള നിയമങ്ങളിൽ പലതും പല സമയങ്ങളിലും സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പറഞ്ഞാൽ ഈ നിയമം സ്ത്രീകളുടെ മുൻപിൽ മാത്രമല്ല, പുരുഷന്മാരുടെ മുൻപിലും കണ്ണടയ്ക്കുന്നു എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിവിൻ പോളി എന്ന ആക്ടർക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതേസമയം തെറ്റ് ചെയ്യാത്ത പുരുഷന്മാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവരുടെ പേരും അവിടെ ഡാമേജ് ആവുകയാണ്. അങ്ങനെയെങ്കിൽ നിവിൻ പോളിൽ എന്ത് സംഭവിച്ചു? പോലീസ് എങ്ങനെ കേസെടുത്തു? അന്വേഷണം എങ്ങനെ പോയി? അദ്ദേഹത്തിന് അനുകൂലമായി വന്ന നിലപാടുകൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ധർമ്മമായാലും നീതിയായാലും ദുരിതം അനുഭവിക്കുന്നവർക്ക് പിന്തുണയായി നിൽക്കുന്നതാണ് ശരിയായ നിലപാട്. അതല്ലാതെ ഞാൻ എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്താണ്, സ്ത്രീകൾക്ക് നേരെയാണ് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നത്, പുരുഷന്മാരാണ് എല്ലാ ഭാഗങ്ങളിലും തെറ്റുകാർ എന്ന് പറയാൻ സാധിക്കില്ല. ആർക്ക് നേരെ സംഭവിക്കുന്ന അനീതിയായാലും അത് തുറന്നു കാട്ടാനുള്ള ഒരു മനസാക്ഷി എല്ലാവർക്കും ഉണ്ടാകണം. നിവിൻ പോളി നമുക്കെല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു നടൻ, ഒരുപാട് നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു വ്യക്തി. ഈ നിവിൻ പോളി കൂടാതെ ഒരു 5 പേർക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഊനുകുളം എന്ന പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 40 വയസ്സുള്ള ശ്രേയ എന്ന സ്ത്രീയാണ് ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം നിവിൻ പോളിയും കൂടാതെ ഒരു 5 പേർ ഇവർ ചേർന്ന് ദുബായിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു. ശരിയായി ഭക്ഷണം നൽകിയില്ല, വെള്ളം നൽകിയില്ല. അങ്ങനെ വെള്ളം നൽകിയാലും ആ വെള്ളത്തിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഭർത്താവിനെയും മക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഡിസംബർ മാസം 17-ാം തീയതി ഞാൻ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. 2024 വീണ്ടും പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു കംപ്ലൈന്റ് ശരിയായി എടുക്കാത്തത് കൊണ്ട് വീണ്ടും ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഈ ഒരു കംപ്ലൈന്റ് റീപോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ശ്രേയ ഈ കംപ്ലൈന്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ശ്രേയയ്ക്കും നിവിൻ പോളിക്കും നേരിട്ടൊരു പരിചയമുണ്ടോ, അത് ആ സ്റ്റേറ്റ്മെന്റിലുണ്ടോ, FIR-ലുണ്ടോ എന്ന് നോക്കിയാൽ അങ്ങനെയൊന്നും ഇല്ല. ഈ ശ്രേയ ദുബായിൽ വെച്ച് ഒരു സംഘത്തെ മീറ്റ് ചെയ്യുന്നു. ആ ഒരു സംഘത്തിന് 3 ലക്ഷം രൂപ പണം നൽകി. സിനിമയിലേക്ക് കയറാനുള്ള ഒരു അവസരത്തിന് വേണ്ടി പണം നൽകിയതായി ശ്രേയ പറയുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ശ്രേയയ്ക്ക് ആ സംഘത്തോട് വിശ്വാസം കുറഞ്ഞു. കാരണം അവർ പണം വാങ്ങി പറ്റിച്ചു എന്ന് മനസ്സിലായി. പിന്നീട് ഒരു നിർമ്മാതാവിനെ, ഒരു സിനിമാ സംവിധായകനെ ശ്രേയ പരിചയപ്പെട്ടു. ആ വ്യക്തിയെ കാണാനായി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അയാൾ ആ ഹോട്ടലിൽ വെച്ച് പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നു. പിന്നീട് അവളുടെ കുടുംബം അവിടേക്ക് വരുന്നു. ആ കുടുംബത്തെ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് ഒരു 5 പേരുള്ള മുറിയിലേക്ക് ഇവളെ കൊണ്ടുപോവുകയും പൂട്ടിയിടുകയും ചെയ്തു. ഇതിൽ 6ാമത്തെ പ്രതിയായി ചേർക്കപ്പെട്ട വ്യക്തിയാണ് നിവിൻ പോളി. ബാക്കിയുണ്ടായിരുന്ന 5 പേർ ആരാണെന്ന് അറിയില്ല. മൊത്തം 6 പേരുണ്ട്. അപ്പോൾ ഈ 6ാമത്തെ കുറ്റവാളിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന നിവിൻ പോളിയുടെ പേര് പുറത്തു വന്നതിന് ശേഷം ഇത് മീഡിയയിൽ ടെലികാസ്റ്റ് ആകുന്നു. നിവിൻ പോളിയുടെ പേര് മുഴുവനായും തകർന്നു. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. എല്ലാവരും മീറ്റുവിലൂടെ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, പല അഭിപ്രായങ്ങൾ, പല വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നിവിൻ പോളിയെ കുറിച്ച് ഒരു ഗോസിപ്പ് പ്രചരിച്ചു. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത്, നിവിൻ പോളി ഇങ്ങനെയാണോ, ഇനി അവരുടെ സിനിമയെ കാണാൻ പാടില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് ഒരു നടന്റെ മുഴുവൻ കരിയർ തന്നെ അവസാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഊനുക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിവിൻ പോളിയിലേക്ക് ഒരു കോൾ പോകുന്നു. ഇപ്പോൾ നിവിൻ പോളി പറഞ്ഞത്, ഇല്ല എനിക്കിത് ആരാണെന്നേ അറിയില്ല എന്ന് പറഞ്ഞു. ഇത് 1.5 മാസത്തിന് മുൻപ് തന്നെ നിവിൻ പോളിയിൽ നിന്നും ഈ ഒരു റെസ്പോൺസ് വന്നു. വീണ്ടും 1.5 മാസത്തിന് ശേഷം പുതുതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പുതിയ FIR ശ്രേയ ഫയൽ ചെയ്തത്. ഇപ്പോൾ വീണ്ടും അത് ടെലികാസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നിവിൻ പോളിയുടെ പേര് ഒരു ചർച്ചാ വിഷയമായി. ആദ്യമേ തന്നെ നിവിൻ പോളി ഇത് നിരസിച്ചിരുന്നു, ഈ റെലിഗേഷൻ നിരസിച്ചിരുന്നു. അത് ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്തും പോലീസ് പല രീതിയിൽ അന്വേഷണം നടത്തി. ഈ 1.5 മാസത്തിന് മുൻപ് തന്നെ നിവിൻ പോളിയിൽ ഏതൊരു തെറ്റും ഇല്ല എന്ന് അറിഞ്ഞിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കുന്നു. SIT എന്ന ടീം അത് അന്വേഷിക്കുന്നു.
ഹേമ കമ്മിറ്റിയിൽ പറയുന്ന എല്ലാ രീതിയിലുള്ള കേസുകളും ഈ SIT ടീമാണ് അന്വേഷിക്കുന്നത്. ഇതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉത്തരവും. അങ്ങനെ ഈ ശ്രേയ കേസും SITയിലേക്ക് പോകുന്നു. ഇപ്പോൾ നിവിൻ പോളി നേരിട്ട് കളത്തിലിറങ്ങുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ വീണ്ടും വീണ്ടും എൻ്റെ പേര് വലിച്ചിടുകയാണ്. ഡിസംബർ 13, 14, 15 2023 ഈ ദിവസങ്ങളിൽ, ഈ സമയങ്ങളിൽ ഞാൻ ദുബായിലേക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ എറണാകുളത്തായിരുന്നു, കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായി ഞാൻ അവിടെ ആയിരുന്നു എന്ന് നിവിൻ പോളി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതോടുകൂടി അവസാനിച്ചില്ല. ഒരുപാട് പേർ എന്നെ പിന്തുണയ്ക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും എൻ്റെ പേരിൽ ഇങ്ങനെയൊരു അലിഗേഷൻ അല്ലെങ്കിൽ മറ്റൊരുപാട് പേരിലേക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പോകുമ്പോൾ ഒരാളെങ്കിലും എതിർത്ത് ചോദ്യം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായി ഒരുപാട് വ്യക്തികളുടെ പേരെവിടെ നശിക്കാൻ സാധ്യതയുണ്ടാകുമെന്ന് നിവിൻ പോളി പറഞ്ഞു. ഇപ്പോൾ നിവിൻ പോളി പിന്തുണയ്ക്കാനായി വിനീത് ശ്രീനിവാസൻ വന്നു. മലയാളത്തിൽ ഒരു ബെസ്റ്റ് ഡയറക്ടർ ശ്രീനിവാസിന്റെ മകനായ വിനീത് ശ്രീനിവാസൻ വരുന്നു. വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്, വർഷങ്ങൾക്ക് ശേഷം എന്ന എൻ്റെ സിനിമയിൽ അഭിനയിക്കാനായി ഞാനും നിവിൻ പോളി എല്ലാവരും ഡിസംബർ 13, 14 തീയതികളിൽ ഈ സമയങ്ങളിൽ ഈ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഹോട്ടലിൽ രാവിലെ 3 മണിവരെയും ഷൂട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസ്കഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ചില ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തു. ആ ചിത്രത്തിലുള്ള ടൈം സ്റ്റാമ്പും എടുത്തു കാണിച്ചു. വിനീത് ശ്രീനിവാസന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം നിവിൻ പോളി ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ദുബായിലേക്ക് പോയിട്ടില്ല എന്ന് പാർവതി എന്ന മറ്റൊരു നടി വന്ന് പറഞ്ഞു. ഞാനും നിവിൻ പോളിയും ഷൂട്ടിലായിരുന്നു, പിന്നീട് വെബ് സീരീസ് അഭിനയിക്കാൻ പോയി എന്ന്. ഇതേ തീയതിയിലാണ് ദുബായിൽ എനിക്കിങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് ശ്രേയയും കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ ഈ രണ്ടിനും യാതൊരു ബന്ധവുമില്ല. കൂടാതെ നിവിൻ പോളി ദുബായിലല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവും വന്നു. ആ ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ പേരിലെടുത്ത ഹോട്ടൽ ബുക്കിംഗ് ഷീറ്റും ഓൺലൈനിൽ പുറത്തു വരാൻ തുടങ്ങി. ഇതെല്ലാം വന്നതിന് ശേഷം ശ്രേയ പറഞ്ഞത്, ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ഞങ്ങളെ ഹണി ട്രാപ്പ് കപ്പിൾ എന്ന് പറഞ്ഞ് പ്രാങ്ക് ചെയ്യുന്നുവെന്ന്. അതായത് രണ്ട് രീതിയിൽ ഈ ഒരു കേസിനെ കാണാം. ഹണി ട്രാപ്പ് കപ്പിൾ, അതായത് ഒരാൾ സമ്പന്നനാണ്, വളരെ ഫേമസ് ആണ്, പ്രശസ്തരാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി, അവരെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കും. ആ വീക്ക്നെസ്സിനനുസരിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഒരു സ്ത്രീയെ വിട്ട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ചാറ്റിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതിനൊരു ഹിസ്റ്ററിയായി എടുക്കുകയും അതിലൂടെ പല സ്കാം ചെയ്യുകയും ചെയ്യും. ഇത് വളരെ പഴയ ഒരു മെത്തേഡ് തന്നെയാണ്, എന്നാൽ ഇന്നും ഇത് തുടർന്ന് നടക്കുന്നുണ്ട്. അപ്പോ ഇതുപോലൊരു സ്ത്രീയാണ് ശ്രേയ എന്ന് നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ഭാഗത്തുള്ളവരും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെപ്റ്റംബർ 3 തീയതി നിവിൻ പോളി മറ്റൊരു FIR ഫയൽ ചെയ്തു. ഈ സ്ത്രീ എനിക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്, അവർക്കെതിരെ ഒരു കേസ് എടുക്കണം. അവർ പറയുന്നതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. അവർ പറയുന്ന ഡേറ്റ് ആയാലും ആ നവംബർ ഡിസംബറിലൊന്നും ഞാൻ ദുബായിലേക്ക് പോയിട്ടേ ഇല്ല, എല്ലാ തെളിവുകളും നിങ്ങൾക്ക് നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് നൽകി. അപ്പോൾ ഈ സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ അത് ഉടൻ തന്നെ ഫേമസ് ആകും, അതൊരു ചർച്ചാ വിഷയമാകും. ഇത് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേർ പല അലിഗേഷൻസ് നൽകുന്നുണ്ട്. എന്നാൽ അത്രത്തോളം നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു സാധാരണ മനുഷ്യയുടെ ഒരു കാഴ്ചപ്പാട് നോക്കിയാലും സ്ത്രീക്കും പുരുഷനു വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളിൽ പലതും സ്ത്രീകൾക്ക് അനുകൂലമാണ്. വളരെ സിമ്പിളായി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസം. ഭാര്യയിലാണ് ഒരുപാട് തെറ്റുണ്ടെങ്കിലും പുരുഷനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഭാര്യ നേരിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കും. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുക്കും. പിന്നീട് ആ ഭർത്താവിന്റെ ജീവിതം തന്നെ അവസാനിച്ചു. എല്ലാ കേസുകളും ഇങ്ങനെയെന്നല്ല പറഞ്ഞത്, പക്ഷെ സംഭവിക്കുന്ന പല കേസുകളിൽ ഇങ്ങനെയും ചിലതുണ്ട്. പക്ഷെ സത്യത്തിൽ തെറ്റ് പുരുഷനിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ചോദിക്കുന്നത്, നിയമം ഇവിടെ എന്ത് ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സമൂഹമാണോ ഇവിടെ വരുന്നത് എന്നാണ് പലരുടെയും ചോദ്യം. സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതേസമയം യാതൊരു തെറ്റും ചെയ്യാത്ത പുരുഷന്മാർ ഇവിടെ ബാധിക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ് തടയാൻ പോകുന്നത്? അത് തടയാനുള്ള ശ്രമങ്ങൾ ഈ സൊസൈറ്റി എടുക്കുന്നുണ്ടോ? അതിനും ഒരു ശരിയായ നിയമം വേണമല്ലോ. അതല്ല, ഇത്രയും ദിവസം സ്ത്രീകളാണ് ബാധിക്കപ്പെട്ടത്, അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമേ ഞങ്ങൾ നിയമം കൊണ്ടുവരൂ ഇങ്ങനെ പറയുമോ? കാരണം ഇവിടെ ഒരുപാട് പുരുഷന്മാരുടെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിൽ പലരും തെറ്റ് ചെയ്യാത്തവരായിരിക്കാം, തെറ്റ് ചെയ്തവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ തെറ്റ് ചെയ്യാത്തവരും അതേ രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവർക്ക് നേരെയും ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്, അവരും ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിയമം പറയുന്നു, തെളിവുകളും പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ഫേക്കായ കംപ്ലൈൻസ് ഒരു പുരുഷന് നേരെ കൊടുത്തുവെന്നുണ്ടെങ്കിൽ എന്തിവർ ചെയ്യുന്നു, നിയമം ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ശരി, എന്തിനാണ് ഇത്ര പ്രശ്നം? ഒരു നിയമ പോരാട്ടം നടത്തി ജയിക്കുക, ഇതിനൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ
ഒരു പുരുഷന് നേരെ ഇത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? ഒരു ഫേമസ് അല്ലാത്ത വ്യക്തികൾ പോലും ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഫേമസ് ആയ ഒരു വ്യക്തി ഈ നിയമ പോരാട്ടം നടത്തുകയാണെങ്കിൽ പിന്നെ അവരുടെ പേരും പ്രശസ്തിയും ഒന്നുമില്ല, അവർക്ക് യാതൊരു മാർക്കറ്റും ഇല്ലാതാകുന്നു. അതിനാൽ ഈ നിവിൻ പോളി കേസ് വന്നതിന് ശേഷം ഇവിടെ പുരുഷന്മാർക്ക് അനുകൂലമായ നിയമമുണ്ടോ, പുരുഷന്മാരെ പിന്തുണയ്ക്കുന്ന ഒരു നിയമമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ചോദിക്കാൻ തുടങ്ങിയത്. അതേ ചോദ്യം തന്നെയാണ് നമ്മളും ചോദിക്കേണ്ടത്. ഈ ഒരു അവസ്ഥ പോവുകയാണെങ്കിൽ അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു, ഈ പുരുഷൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പലരും പല അലിഗേഷൻസ്, വ്യാജ പ്രചരണങ്ങളും പലർക്ക് നേരെയും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരു 10-15 ദിവസം എല്ലാ മീഡിയാസിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേരായിരിക്കും. പിന്നീട് നമ്മൾ ചെയ്തത് തെറ്റല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അത് പ്രൂവ് ചെയ്താലും പിന്നീട് അത് ആരും അംഗീകരിക്കില്ല. കാരണം അപ്പോഴത്തേക്കും ആ ഒരു വാർത്ത ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ 10 ദിവസം ഹെഡ്ലൈനിൽ ഉണ്ടായിരുന്നതായിരിക്കും എല്ലാവരുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് ചെറിയൊരു കാര്യം പറയണമെങ്കിൽ, ഇന്ന് ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു മീമാണ്. ഒരു വീട്ടിലേക്ക് പാല് കൊടുക്കാൻ വന്ന ചേച്ചി ആ വീട്ടിൽ പല്ല് തേച്ചു കൊണ്ടിരിക്കുന്ന വീട്ടമ്മയെ നോക്കി നിവിൻ പോളിയും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോ ആ വീട്ടിൽ പല്ല് തേച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വീട്ടമ്മ ഇല്ലല്ല അതൊക്കെ കള്ളക്കേസല്ലേ, ഇന്നലെ വാർത്ത കണ്ടില്ലേ എന്ന് പറഞ്ഞ് അത് തിരുത്താൻ ശ്രമിച്ചു. എന്നിട്ട് അവരവരുടെ ജോലി തുടർന്നു. ഈ പാല് കൊടുക്കാൻ പോയി ചേച്ചി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലും പോയി പറഞ്ഞത് നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലേ എന്ന്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇനിയിപ്പോ കേസ് വിജയിച്ചാലും നിവിൻ പോളിയുടെ പേര് നാറ്റിക്കാൻ ഈ ആരോപണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ മുഴുവൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരേ ഒരു കാര്യം. ഒരു അലിഗേഷൻ വന്നു, അത് തെറ്റ അലിഗേഷൻ ആണെങ്കിൽ കൂടിയും ഒരു വ്യക്തിയുടെ പേരിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സമൂഹ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുകയും അത് പല രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്യും. പിന്നീട് ആ ഒരു കേസ് വിജയിച്ചാലും ആ ഒരു വ്യക്തിയുടെ പേരിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് പ്രൂവ് ആയാലും എല്ലാവരുടെ മനസ്സിലും പതിഞ്ഞിരിക്കുന്നത് ആ ഒരു അലിഗേഷൻ മാത്രമായിരിക്കും. പിന്നീട് ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും എല്ലാവരും അയാളെ കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.